ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഒഡീഷയിൽ ഭരണകക്ഷിയായ ബിജു ജനതാദളിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ബി.ജെ.ഡിയുടെ ശക്തനായ നേതാവും മുൻ മന്ത്രിയുമായ ബാലഭദ്ര മജ്ഹി കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചിരിക്കുകയാണ്. ബി.ജെ.ഡിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പെയുള്ള ഈ രാജി വലിയ രീതിയിൽ പാർട്ടിയെ ബാധിച്ചേക്കും. നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ഇത്തവണ സഖ്യത്തിൽ ചേരാതെ ഒറ്റയ്ക്ക് തന്നെയാണ് ഒഡീഷയിൽ മത്സരിക്കാൻ ബി.ജെ.ഡി തയ്യാറെടുക്കുന്നത്. അതിനിടയിലാണ് ഈ തിരിച്ചടി അവർ നേരിടുന്നതും. 5 തവണ MLA ആയ മജ്ഹി പശ്ചിമ ഒഡീഷയിലെ ബി.ജെ.ഡിയുടെ അതിശക്തനായ നേതാവ് കൂടിയാണ്. പാർട്ടി അധ്യക്ഷൻ നവീൻ പട്നായിക്കിന് അയച്ച രാജിക്കത്തിൽ താൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും പാർട്ടി വിടാനുള്ള കാരണം കത്തിൽ പരാമർശിച്ചിട്ടില്ല. എന്നിരുന്നാലും പാർട്ടി അവഗണിച്ചതാണ് രാജിക്ക് കാരണമെന്നതാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 1990-ൽ ജനതാദളിൽ നിന്നും രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതിന് ശേഷം 5 തവണ നിയമസഭാംഗമായി മജ്ഹി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1990-ലും 1995-ലും ജനതാദളിന്റെ ഭാഗമായി നർല നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പിന്നീട് ബി.ജെ.ഡിയിൽ ചേർന്നതോടെ 2000-ലും 2004-ലും നർല നിയമസഭാ മണ്ഡലത്തിൽ നിന്നും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 2009-ൽ അദ്ദേഹത്തെ ലഞ്ച്ഗഡിലേക്ക് മാറ്റി. അതോടെ അവിടെ നിന്നും തോറ്റെങ്കിലും പിന്നീട് 2014-ൽ അദ്ദേഹം അതേ ലഞ്ച്ഗഡിൽ നിന്നും തന്നെ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നിരുന്നാലും 2019-ൽ അദ്ദേഹത്തിന് ബി.ജെ.ഡി ടിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹം പാർട്ടി നേതൃത്വവുമായി അകലുന്നത്. 5 വർഷത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. പുറത്തേക്ക് വരുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് ലഞ്ച്ഗഡ്. 2ാം സ്ഥാനത്താണ് കോൺഗ്രസ് അവിടെയുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഒഡീഷയിൽ 4 ദിവസത്തെ പര്യടനം നടത്തുന്നുണ്ട്. 341 കിലോമീറ്ററാണ് ഒഡീഷയിൽ രാഹുൽ സഞ്ചരിക്കുന്നത്. ആ യാത്രയിൽ വെച്ചാകും ഇദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രവേശനമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. മജ്ഹിയുടെ വരവോടെ പശ്ചിമ ഒഡീഷയിൽ മികച്ച മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്.